പക്ഷിപ്പനിയെ തുടർന്നുള്ള ചിക്കൻ നിരോധനത്തിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഹോട്ടലുകൾ അടച്ചിടും. സർക്കാർ നടപടി അശാസ്ത്രീയമെന്ന് ആരോപിച്ചാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. 1500-ലധികം ഹോട്ടലുകൾ ഈ സമരത്തിൻ്റെ ഭാഗമാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹോട്ടലുകളൊക്കെ ആലപ്പുഴയിൽ അടച്ചിടും. അപ്പോൾ ആലപ്പുഴയിൽ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുമെന്തോ. അശ്വിൻ പാലഴിച്ചിരുന്നു ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ ഭക്ഷണം കഴിച്ചോ? ഹോട്ടലിൽ നിന്നാണല്ലോ അശ്വിനും കഴിക്കുന്നത്. ഗുഡ് മോർണിംഗ്. സ്കേൻ, വെരി ഗുഡ് മോർണിംഗ്. ഭക്ഷണം പോയിട്ട് ചായ കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് സ്കേൻ. ഒരു ഹോട്ടൽ പോലും ആലപ്പുഴയിൽ ഇല്ല. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന സക്രിയ ബസാറിലാണ്. രാവിലെ ഒരു നാടിൻ്റെ ഉണർവ് എന്നൊക്കെ പറയുന്ന ചായക്കടകളാണല്ലോ. അങ്ങനെയുള്ള സക്രിയ ബസാറിലെ ഒരു ചായക്കടയാണിത്. സാധാരണ പുലർച്ചെ മുതൽ തന്നെ ഒരുപാട് ആളുകൾ എത്തുന്ന കട, പക്ഷേ സാലിക്കട ചായക്കട എന്നറിയപ്പെടുന്നതാണ്. പക്ഷേ ഇത് ഇന്ന് തുറന്നിട്ടില്ല. ഇതെന്നല്ല, ആലപ്പുഴ നഗരത്തിൽ, ആലപ്പുഴ ജില്ലയിൽ പലയിടങ്ങളിലും ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുകയാണ്. KHR കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന് കീഴിലുള്ള 1500-ലധികം ഹോട്ടലുകളാണ് ജില്ലയിൽ ഇന്ന് ആകെ അടച്ചിടുന്നത്. അതിൽ വളരെ ചുരുക്കം, അത് ഈ സംഘടനയ്ക്ക് പുറത്തുള്ള വളരെ ചുരുക്കം ഹോട്ടലുകൾ മാത്രം ഇന്ന് തുറക്കും. പക്ഷേ ആലപ്പുഴയെ സംബന്ധിച്ച് ടൂറിസ്റ്റുകൾ ഏറെ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ടൂറിസ്റ്റുകളെ ഈ അടച്ചിടവ് എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷേ ടൂറിസ്റ്റുകളിൽ ഭൂരിഭാഗവും വരുന്നത് ഓരോ പാക്കേജുകളുടെ ഭാഗമായാണ്. അവർക്ക് ഭക്ഷണം കൂടി ഉൾപ്പെടുത്തുന്ന പാക്കേജുകളാണ്. അവരെ കൊണ്ടുവരുന്ന ആളുകൾ ഹോട്ടലുകളിലൊക്കെ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ ഭക്ഷണം കൂടി ഉൾപ്പെടുത്തിയാണ്. ചേട്ടാ, ഇന്ന് ചായക്കട പോലും ഇല്ല, ചായ പോലും കുടിക്കേണ്ടത് അവസ്ഥയാണ്. എന്തൊരവസ്ഥയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഇത് നമ്മുടെ കുട്ടനാട്ടിലുണ്ടായ കോഴിപ്പനി അല്ലെങ്കിൽ പക്ഷിപ്പനി എന്നാണ് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിലും വരുന്ന ബ്രോയിലർ ചിക്കനുമായിട്ട് എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പം സമരം ന്യായമാണ്? ന്യായമാണ്, തീർച്ചയായിട്ടും ന്യായം തന്നെയാണ്. രാവിലെ നിങ്ങളൊക്കെ ഒത്തുകൂടിയിരിക്കുന്ന ചായക്കടയാണല്ലേ? ആ ചായക്കട നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഇടമാണ്. അതുമല്ല, ഈ കോഴിമുട്ടയൊക്കെ വാരിക്കണം പോകേണ്ട വലിയ ആവശ്യമുണ്ട്. പലമ്പഴി വന്നിട്ട് ഇന്നലെ വന്നിട്ട് കോഴിമുട്ടയെല്ലാം വാരിക്കണം പോണത് ഒരു മോശമാണ്. കാണിക്കുന്നതെല്ലാം മോശമാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റി കാണിക്കുന്ന മോശമാണത്. സ്കേൻ, അതാണ് ഒരു പൊതുവികാരം എന്ന് പറയുന്നത് സമരത്തോട് അനുകൂലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ ഹോട്ടലുകൾ അടച്ചിടുക, അല്ലെങ്കിൽ ആലപ്പുഴയെ സംബന്ധിച്ച് എല്ലാ വർഷവും ഡിസംബറിൽ ഇങ്ങനെ പക്ഷിപ്പനി ഉണ്ടാവുക, ഹോട്ടലുകൾ അടച്ചിടുക എന്നൊക്കെ പറയുന്നത് പതിവ് കാഴ്ചയാണ്. അതിനെതിരെ ഒരു ജനവികാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ കളക്ടറുമായി നടത്തിയ ചർച്ച അത് പരാജയപ്പെട്ടതോടെയാണ് ഹോട്ടൽ ഉടമകൾ ഈ ഒരു സമരത്തിലേക്ക് നീണ്ടത്. അവരുടെ ഏറ്റവും ഒടുവിലെ ആവശ്യം ഫ്രോസൺ ചിക്കനെങ്കിലും, അതായത് ശീതീകരിച്ച കോഴിയിറച്ചിയെങ്കിലും കടകളിൽ പാകം ചെയ്ത് വിൽക്കാൻ അനുവദിക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു. പക്ഷേ കളക്ടർ അതിനോടും എതിർത്ത നിലപാടാണ്. അതും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് പറഞ്ഞത്. അതിന് പുറമെ ഈ സാധാരണ ഹോട്ടലുകൾ മാത്രമാണ് അടച്ചിടുന്നത്. ഈ ഫ്രൈഡ് ചിക്കനുകളൊക്കെ വിൽക്കുന്ന വലിയ കമ്പനികളുണ്ട്. അതൊന്നും ആലപ്പുഴയിൽ ഇപ്പോഴും അടപ്പിച്ചിട്ടില്ല, തുറന്ന് പ്രവർത്തിക്കുകയാണ്. അതിനെതിരെ മുഖ്യമന്ത്രിയെ സമീപിക്കാൻ കൂടി ഹോട്ടൽ ഉടമകൾ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് പൂർണ്ണമായും 24 മണിക്കൂർ ഹോട്ടൽ അടച്ചിട്ടുള്ള സമരമാണ് ആലപ്പുഴയിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.